Hello everyone, I am Dr. Jasila. Welcome back to my YouTube channel. So ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെച്ച് മാർക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് ഞാൻ എന്തൊക്കെ ടിപ്സാണ് സ്ട്രെച്ച് മാർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് സ്ട്രെച്ച് മാർക്ക്? സ്ട്രെച്ച് മാർക്ക് തികച്ചും ഹെൽത്തി പീപ്പിൾസിൽ വരുന്നതാണ്. അതൊരു ഹെൽത്ത് ഇഷ്യൂ അല്ല. അതൊരിക്കലും നിങ്ങളൊരു മാറ്റർ ഓഫ് കൺസേൺ ആയിട്ട് എടുക്കരുത്. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കാനും പാടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്സ് പറയുന്നതിന് എന്താ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒത്തിരി പേരുണ്ടാവും ഈ സ്ട്രെച്ച് മാർക്ക് ഹാഫ് സ്ലീവ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ അതൊന്ന് ഫെയ്ഡ് ആയാൽ കൊള്ളാം എന്നുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്ക് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് സ്ട്രെച്ച് മാർക്ക്? സ്ട്രെച്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിൽ കൂടുതൽ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത് റെഡ് ലൈൻസ് ആയിട്ട് കാണിക്കും. ഇനീഷ്യലി അത് റെഡ് ലൈൻസ് ആയിട്ടാണ് കാണുക, പിന്നെ അത് മച്ചുർ ആകുമ്പോഴേക്കും അത് വൈറ്റ് കളറായിട്ട് മാറും. അപ്പോൾ ഇതാണ് സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് സ്ട്രെച്ച് മാർക്ക് വരിക? സ്ട്രെച്ച് മാർക്ക് നിങ്ങൾക്കറിയാം 50 to 90% പ്രഗ്നൻസിയിലും സ്ട്രെച്ച് മാർക്ക് വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയിൽ ഇത്രയും കൂടുതൽ കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, അത് ഹോർമോൺസിനും കൂടെ അതിലൊരു റോളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ കാണുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിനും അതേപോലെ പെട്ടെന്നുള്ള വെയിറ്റ് ലോസുമാണ്. വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനും ഒരേപോലെ സ്ട്രെച്ച് മാർക്ക് വരുന്നതിന് കാരണവും. അപ്പോൾ നമ്മൾ ഗ്രാജുവലായിട്ട് വേണം വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിപ്പോൾ വെയിറ്റ് ലോസ് ആയാലും ഗ്രാജുവലായിട്ട് വേണം നിങ്ങളത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ അഡോളസൻ്റ് ഏജിലെ കുഞ്ഞുങ്ങൾ വളരുന്ന ആ ഒരു പ്രായത്തിലും പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു സമയത്ത് ഇതുപോലെ സ്ട്രെച്ച് മാർക്ക് വരാവുന്നതാണ്. അപ്പോൾ സ്ട്രെച്ച് മാർക്ക് എവിടെയൊക്കെ വരാം? ഇപ്പോൾ വളരുന്ന പ്രായത്തിലാണെങ്കിൽ ഗ്രോത്ത് സ്പർട്ടിൻ്റെ സമയത്താണെങ്കിൽ ഇപ്പോൾ അപ്പർ ആംസിൽ കയ്യിലൊക്കെ വരാം. അതേപോലെ തന്നെ നീസിൻ്റെ ബാക്കിൽ, ബട്ടക്സിൽ, വയറിൽ, അതുപോലെ തന്നെ ഗ്രോയിൻ റീജിയനിൽ, തൈസിൽ, ഇവിടെയൊക്കെ ഈ സ്ട്രെച്ച് മാർക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ട്രെച്ച് മാർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെച്ച് മാർക്ക് ഒരിക്കലും 100% ക്യൂർ ചെയ്യാൻ സാധിക്കില്ല. കംപ്ലീറ്റ്ലി അത് ഒരിക്കലും മാഞ്ഞു പോകില്ല. അത് അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിൻ്റെ അത്രയും നമുക്ക് ഫെയ്ഡ് ചെയ്യാൻ സാധിക്കും. ആരും കണ്ടാലും തിരിച്ചറിയാത്ത രീതിയിൽ അത്രയും ഫെയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അതായത് സ്കിൻ ടോണിൻ്റെ അത്രയും ഫെയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പറയുന്ന ടിപ്സ് എല്ലാം അതേപോലെ ഫോളോ ചെയ്യണം. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 7 days കൊണ്ടൊന്നും ഈ ഒരു സ്ട്രെച്ച് മാർക്ക് ഇത്രയും ഫെയ്ഡായി കിട്ടത്തില്ല. അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, മാസങ്ങളോളം എടുക്കും. അപ്പോൾ അത്രയും പേഷ്യൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഡെർമറ്റോളജി ക്ലിനിക്കിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2 വയസ്സിൽ നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യാം. ഒന്ന് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാളും ഡബിളായിട്ട് നമ്മൾ വെള്ളം എടുക്കണം. അതായത് സാധാരണ നമ്മൾ 2 ലിറ്റർ അല്ലെങ്കിൽ 8 ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 4 ലിറ്റർ അല്ലെങ്കിൽ 15 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, കുഞ്ഞിൻ്റെ ഹെൽത്തിനും നമ്മുടെ ഹെൽത്തിനും ഒക്കെ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യുക. ഇത് രണ്ടാമത് ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ക്രീംസ് അല്ലെങ്കിൽ ഹോം റെമഡി യൂസ് ചെയ്തിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അലോവേര ജെല്ല് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം, അതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അത് യൂസ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിന് പുറമെ നിങ്ങൾക്ക് വാസ്ലൈൻ അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വൈറ്റമിൻ ഇ അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഷോപ്പിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ പ്ലെയിൻ കൊക്കോ ബട്ടർ അല്ലെങ്കിൽ പ്ലെയിൻ ഷിയ ബട്ടർ വാങ്ങിക്കുക. അതും നല്ല യൂസ്ഫുൾ ആണ്.
അപ്പോൾ നിങ്ങൾ ഈ മോയ്സ്ചറൈസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെച്ച് മാർക്ക് ഫെയ്ഡ് ചെയ്യാനും അത് സഹായിക്കും. അതേപോലെ തന്നെ സ്ട്രെച്ചിങ് മൂലം ഉണ്ടാകുന്ന ആ ഒരു ഇച്ചിങ് സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ നിങ്ങൾക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പ്, അപ്പോൾ ഒരു മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള ഒരു നല്ല സോപ്പ് യൂസ് ചെയ്യാം. ഒന്നുകിൽ ബേബി സോപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഡോവ്, അതേപോലെ തന്നെ സെറ്റാഫിലെ, ഡെർമാഡ്യൂ പോലെയുള്ള കുറച്ച് മോയ്സ്ചറൈസിങ് അടങ്ങിയിട്ടുള്ള സോപ്പുകൾ നിങ്ങൾ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്താൽ നല്ല എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്, അലോവേര യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരു യൂസ് ചെയ്ത സാധനം എന്ന് പറയുന്നത് ഈ ഒരു ഡോവ് സോപ്പാണ്. ഞാനത് ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഈ ഒരു ഡോവ് സോപ്പ് മാത്രമായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കടയിൽ കിട്ടുന്ന സ്ട്രെച്ച് മാർക്ക് ക്രീംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിലില്ല. ഈ ആദ്യം പറഞ്ഞ ഒരു ആ ക്രീംസ് എല്ലാം യൂസ് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെ തന്നെ യൂസ് ചെയ്താൽ തന്നെ നല്ല എഫക്റ്റ് കിട്ടും. ഈ ഒരു സ്ട്രെച്ച് മാർക്ക് ക്രീം പോയി വാങ്ങിക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിലില്ല. ഇത് മംസ്കോയുടെ സ്ട്രെച്ച് മാർക്ക് റിമൂവിങ് ഓയിലും സ്ട്രെച്ച് മാർക്ക് റിമൂവിങ് ക്രീമുമാണ്. അപ്പോൾ ഇതൊരു കോംബോ ഓഫറായിട്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത്. പക്ഷേ ഇത് വാങ്ങിച്ചതിന് ശേഷമാണ് ഇതൊരു അബദ്ധമായിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, അതേപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, റോസ് ഹിപ്പ് ഓയിൽ ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ഓയിലാണ്, സ്ട്രെച്ച് മാർക്ക് റിമൂവിങ് ഓയിലാണ് ഇത്. അപ്പോൾ ഇതെല്ലാം വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് സ്ട്രെച്ച് മാർക്ക് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അവരിതിൽ എഴുതി ചേർത്തിട്ടുണ്ട് റിച്ച് ഇൻ വൈറ്റമിൻ എ, സി, ഇ ആൻഡ് കെ. അപ്പോൾ വൈറ്റമിൻ സി, ഇ എല്ലാം വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് സ്ട്രെച്ച് മാർക്ക് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ വൈറ്റമിൻ എ എന്ന് പറയുന്നത്, അഥവാ റെറ്റിനോൾ, പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വൈറ്റമിൻ എയുടെ ഏതൊരു ഡെറിവേറ്റീവും റെറ്റിനാൽഡേറ്റ് അഥവാ ട്രെറ്റിനോയിൻ ഏതായാലും പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയൊന്നും ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഇതിനകത്ത് എത്ര കോൺസെൻട്രേഷൻ ഉണ്ട്, ഏത് ഡെറിവേറ്റീവ് ആണുള്ളത്, അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നതൊരു സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാതിരുന്നത്. ഇത് ആക്ച്വലി നല്ല ഒരു കൊക്കോ ബട്ടറും ഷിയോ ബട്ടറും ഒക്കെ ഉള്ള നല്ലൊരു സ്ട്രെച്ച് മാർക്ക് റിമൂവൽ ക്രീമാണ്. പക്ഷേ ഇത് ഈ ഒരു പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ സമയത്ത് യൂസ് ചെയ്യാതിരിക്കുമായിരിക്കും സേഫ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ക്രീംസ് എന്ന് പറയുന്നത്, ഒന്ന് പാമേഴ്സിൻ്റെ കൊക്കോ ബട്ടർ ഓയിലുണ്ട്, അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊന്ന് മാമ എർത്തിൻ്റെ സ്ട്രെച്ച് മാർക്ക് റിമൂവിങ് ക്രീമാണ്. പിന്നെ വോവ് സയൻസിൻ്റെ സ്ട്രെച്ച് മാർക്ക് റിമൂവിങ് ക്രീമും നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ സേഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ നഖങ്ങളെല്ലാം നെയിൽസ് എല്ലാം കട്ട് ഷോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇച്ച് ചെയ്യുമ്പോൾ അധികം സ്ക്രാച്ചിങ് ഒന്നും വരില്ല. അപ്പോൾ സ്ട്രെച്ച് മാർക്ക് അത് വളരെ കുറയ്ക്കുന്നതിന് സഹായകമാവും. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഗ്രാജുവൽ വെയിറ്റ് ഗെയിൻ ആണ്. പെട്ടെന്ന് ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ ത്രൂ ഔട്ട് പ്രഗ്നൻസി ആക്റ്റീവായിട്ടിരിക്കുക. ഇപ്പോൾ ഞാനാണെങ്കിൽ ത്രൂ ഔട്ട് പ്രഗ്നൻസി ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യത്തിന് നടത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ത്രൂ ഔട്ട് ആക്റ്റീവായിട്ടായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം സ്ട്രെച്ച് മാർക്ക് റെഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ വെയിറ്റ് ഗെയിൻ ഒരു പാകത്തിൽ ആവുന്നതിനും വളരെയധികം സഹായിച്ചു. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ കോളജൻ ബൂസ്റ്റിംഗ് ഫുഡ്സ്, അതായത് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ കോളജൻ ബൂസ്റ്റിംഗ് ഫുഡ്സ് എന്ന് നമുക്ക് നോക്കാം. മീറ്റ്, ഫിഷ്, എഗ് വൈറ്റ്, സോയാബീൻ പൗഡർ, അതുപോലെ തന്നെ മറ്റു പയറുവർഗ്ഗങ്ങൾ എല്ലാം ഈ കോളജൻ ബൂസ്റ്റിംഗ് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്.
പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഹോം റെമഡീസ് ആണ്. അപ്പോൾ ഞാൻ ഹോം റെമഡീസ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി ഇട്ട് വേണമെങ്കിൽ വാച്ച് ചെയ്യാം. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, ത്രൂ ഔട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി സ്ട്രെച്ച് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോം റെമഡീസ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം, പിന്നെ സ്ട്രെച്ച് മാർക്ക് ക്രീംസ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്ട്രെച്ച് മാർക്ക് ക്രീംസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് അതിലുണ്ടോ എന്ന് നോക്കുക. ഒന്ന് ഹൈലൂറോണിക് ആസിഡ്, 2 ട്രെറ്റിനോയിൻ, 3 സെനല അസിയാറ്റിക്ക. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും കോമ്പിനേഷൻ ആയിട്ട് വേണമെന്നൊന്നുമില്ല, സെപ്പറേറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടായാലും ആയാലും മതി. ഏറ്റവും ബെനിഫിറ്റ് അങ്ങനെയാണ്, ഹൈലൂറോണിക് ആസിഡ് മാത്രം അല്ലെങ്കിൽ സെനല മാത്രം, അങ്ങനെ അത് മാത്രമായിട്ട് യൂസ് ചെയ്യാണ് ഏറ്റവും ബെനിഫിറ്റ്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങളുടെ സ്ട്രെച്ച് മാർക്ക് ക്രീമിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ട്രെറ്റിനോയിൻ നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ലാക്ടേഷൻ ചെയ്യുന്ന സമയത്ത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ക്ലിനിക്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് സ്ട്രെച്ച് മാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡെർമറ്റോളജി ക്ലിനിക്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൈക്രോ ഡെർമാബ്രേഷൻ അവൈലബിൾ ആണ്, മൈക്രോ നീഡിലിങ്, അതേപോലെ തന്നെ ലേസർ തെറാപ്പി, കെമിക്കൽ പീല്, പിന്നെ കൂടാതെ PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി എന്ന് പറയും. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെച്ച് മാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്രയും റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ ബൈ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.